നമ്മൾ നേരെ ഏകദേശം ടിബറ്റൻ കോളനി അല്ലേ, കോളനിയുടെ ഏകദേശം ഒരു ഏരിയയിൽ വന്നു. നമുക്ക് ഇതിനകത്തുനിന്ന് അകത്തേക്ക് പോകുന്ന റൂട്ടിലാണ് നമുക്ക് ഈ കോളനി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അകത്തോട്ട് എൻ്റർ ചെയ്യാം. അതെ, ഇനി പിടിച്ചു. ഇനി ക്യാമറമാൻ്റെ കൈ ക്യാമറ കൊടുക്കും. ഇനി എന്താണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. കാര്യം എനിക്ക് ഇവിടുത്തെ പറ്റി ഒന്നും അറിയില്ല, നോ ഐഡിയ. എവിടെ കൊണ്ട് വണ്ടി പാർക്കിംഗ് ഫീ ഒക്കെ ഉണ്ടോ അതിനകത്ത്? കണ്ടോ, നല്ല മാങ്ങയൊക്കെ ഉണ്ട്. നോക്കി, നല്ലൊരു പച്ചക്കറി കട ഉണ്ടോ? കണ്ടോ? ശരി, എന്തായാലും ഇതാണ് ഇവിടുത്തെ എൻട്രി ഗേറ്റ്. ജസ്റ്റ് കാണിച്ചു തരാം. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മൊണാസ്ട്രിക്ക് അകത്ത് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് മൊണാസ്ട്രിക്ക് അകത്തൂടെ ഒരു വഴിയൊക്കെയാണ്. നല്ല ക്ലീൻ ആയിട്ട് കിടക്കും എല്ലാ സംഭവമല്ല, കാണാൻ നല്ല കളർഫുള്ളാണ് ഇവിടുത്തെ മൊണാസ്ട്രിയും കാര്യങ്ങളൊക്കെ. നല്ല ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ മെയിൻ ഗേറ്റിന് അവിടെയാണ് നമുക്ക് പോകേണ്ടത്. കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്ക് അതിനെപ്പറ്റി എക്സാക്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ദലൈലാമ കൂടുതൽ ഇവിടെയാണ് വരുന്നത് അല്ലേ? കൂടുതൽ ഇവിടെയാണ് വരുന്നത് എന്നാണ് കേട്ടത്. ഇവരുടെ ഭയങ്കര ഒരു ഏറിയാണ്. ഇവരിവിടെ തന്നെ കൃഷിയും ഇവരിവിടെ തന്നെ ബിസിനസ്സും, അങ്ങനെ ഇവരെ ചുറ്റിപ്പറ്റി ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂണ്. അവരൊക്കെ താമസിക്കുന്ന കോമ്പൗണ്ടും ഇത് ഹോസ്റ്റൽ അല്ലേ? ഇതും അത് തന്നെ. ഇതെന്തുവാ അങ്ങനെ അടച്ചിട്ടേക്കുമല്ലേ? ആ, പൂജ നടക്കുന്ന സമയമല്ലേ? അവിടെ പൂജ നടക്കുന്ന ഇതായിരുന്നല്ലേ? അതെ, ഇവരിപ്പോൾ ആൾക്കാർ കയറുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാർ കയറുന്നത്. ഇവിടുത്തെ മാർക്കറ്റ് ഉണ്ട് ഇവരുടെ ഇതിനകത്തല്ലേ? ഇവരുടെ ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഏകദേശം 800 ഏക്കറിനകത്താണ് ഇവരുടെ ഈ കോമ്പൗണ്ട് ഫുൾ ഉള്ളതുകൊണ്ട് എല്ലാം നല്ല കളർഫുള്ളാണ്. ഇവർ നല്ല നീറ്റാക്കിയാണ് ഇട്ടിരിക്കുന്നത്. മൊണാസ്ട്രിക്ക് അകത്ത് വന്നു. ഇപ്പോൾ ഇവിടെ എല്ലാം ബന്ധാണ് കേട്ടോ. ഇവിടുത്തെ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മറ്റേ സിക്കിമിലെ അവിടെയൊക്കെ കാണുന്ന പോലെ തന്നെ ഉള്ള ഒരു അമ്പലം തന്നെയാണ് ഇവിടെ കേട്ടോ. ഇവിടെ ഷൂട്ട് ചെയ്യുന്നതിനെ പറ്റി ഒന്നും അറിയത്തില്ല എക്സാക്റ്റ്. ഏകദേശം കണ്ടില്ലേ? ഗാർഡൻ മൊണാസ്ട്രി ബുദ്ധിസ്റ്റ് കൾച്ചർ സൊസൈറ്റി. ഒരു ഫ്ലാഗ് ഒക്കെ ഉണ്ട്. ഇതുപോലത്തെ ഒരു കൊടി നമുക്ക് വാങ്ങിക്കണം. നോക്കി, ഇവിടെ വന്നപ്പോൾ ഒരു വെറൈറ്റി ഫീലാണ് ഇവിടെ. ഒരുപാട് പള്ളിയാണ്. ഇതിപ്പം ഇതൊരു പള്ളിയാണെങ്കിൽ അതൊരു സ്കൂൾ. ഇങ്ങനെ ഈ ഗ്രാമത്തില് ഒരുപാട് പള്ളികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഓരോ പള്ളിയില് ഓരോരോ അച്ഛന്മാരും ഓരോരോ. ഇത് യൂണിവേഴ്സിറ്റി ആണോ? ഗഡലീന നാച്ചി മൊണാസ്ട്രിക് യൂണിവേഴ്സിറ്റി. ഇത് യൂണിവേഴ്സിറ്റിയാ അല്ലേ? ഇത് യൂണിവേഴ്സിറ്റിയാണ്, ടിബറ്റൻ മൊണാസ്ട്രിക് യൂണിവേഴ്സിറ്റി. അപ്പോൾ നമ്മുടെ ചങ്ങനെ ഇവിടെ നിർത്തിയിട്ട് മൊണാസ്ട്രിക്ക് അകത്തുള്ളൊരു വ്യൂ ആണോ? അവർ വരുന്നവരോട് ചോദിക്കുക എങ്ങനെ സംഭവം. പിള്ളേർ വിളിച്ച് പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് വരാനാണ്. നമ്മൾ ചെറിയ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. ഈ അങ്ങോട്ടുള്ള കാഴ്ചകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. നല്ല മനുഷ്യരാവട്ടെ ഇവർ കേട്ടോ. അവരെ സംബന്ധിച്ച് ഇവർ ഏറ്റവും ഞാൻ കണ്ടിടത്തോളം എങ്ങനെ ഉണ്ടെന്ന് ഐ ഫീൽ ദാറ്റ് ദേ ആർ വെരി ഫ്രണ്ട്ലി പീപ്പിൾ. പൊതുവെ ഇവരിവിടെ വലിയ ശല്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഡസ്റ്റ്ബിന് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇടാൻ വേണ്ടി പ്രത്യേക ഡസ്റ്റ്ബിനും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചല്ലേ? നല്ല നീറ്റ് ക്ലീൻ അല്ലേ? ക്ലീൻ ഏരിയ ആണ്. ഫോറിൻ കൺട്രി പോലെ അല്ലേ? ഇതൊരു സ്കൂളാണ് ഈ കാണുന്നത്. കംസാം നോർത്തേൺ സ്കൂൾ അല്ലേ? അവരുടെ പ്രത്യേക സ്കൂളാണ്. ഈ ലാമ പഠിക്കുന്ന സ്കൂളുകളാണ് ഇത് പഠിക്കുന്നത്. അവർ ലാമ പഠിക്കുന്നത് അല്ലേ? ഇവിടെ 2 ടൈപ്പ് ഉണ്ട്, ടിബറ്റൻസും ലാമകളും ഉണ്ട്. ഓ, അങ്ങനെ ഉണ്ടല്ലേ? അവർ പഠിക്കുന്നത് സ്കൂൾ നമ്മളെ പോലെ നോർമൽ സ്കൂളുകളായിരിക്കും. ഇവർ പഠിക്കുന്നത് ലാമകൾ പഠിക്കുന്ന ഒരു സ്കൂളുണ്ട്. അങ്ങനെ അവരുടെ ദൈവത്തിനെ കുറിച്ചും അവരെങ്ങോട്ട് പോയി അതിലെയാണോ? വണ്ടി ഇതിലെ കയറ്റി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? ഇവിടെ പാർക്കിങ് ചോദിക്കാം. താങ്ക് യു. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറഞ്ഞവര് കേട്ടോ. നീ പട്ടിയെ തന്നെ പിടിച്ചു. അയ്യോ, അവർ നമ്മുടെ ടെമ്പിളിനകത്തു നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നേ. ഓക്കെ, നല്ല സ്നേഹമുള്ളവരാണ്. ഇതൊരു അമ്പലമാണ്. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൊത്തുപണിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അകത്ത് കയറാൻ പറ്റുമോ? ഇവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. വിളിച്ചോണ്ട് പോന്നേ? എങ്ങോട്ടാ വിളിച്ചോണ്ട് പോകുന്നല്ലേ? ഓ, നമ്മൾ മുമ്പേ കണ്ടില്ല ഫ്രണ്ട് ഗേറ്റ്. ആ ഗേറ്റിനതിലെ ആകുമ്പോൾ കയറിയേക്കുന്നത്. പിന്നെ അത്ര വണ്ടി അകത്ത് കയറ്റാൻ പറ്റുമോ? ഇത് തന്നെ. ഇതാണ് മൊണാസ്ട്രി. തടിയെ കൊണ്ടിരിക്കുന്നു നോക്കിയടാ. എന്തുവാ ഇത്? മെയിൻ പള്ളി അല്ലേ? ഇത് ഇവിടെ ഒരുപാട് തടി. 1-ാം നമ്പർ ക്യാമ്പ് അല്ലേ? ഇതെന്തുവാ, ഹോമം വല്ലോ വന്നത്?
പൂജയുടെ സ്ഥാപനങ്ങളൊക്കെ. What is this? You don't know. അവർക്ക് അറിയത്തില്ല, അവർ പറന്ന് കിടക്കുക, കുഞ്ഞു പിള്ളേരാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റുഡൻസ് അല്ലേ, സ്റ്റുഡൻസ്. പെണ്ണുണ്ട്. അവർ പെണ്ണുങ്ങളും പഠിക്കുന്നുണ്ടോ? പെണ്ണുങ്ങളും പഠിക്കുന്നുണ്ട്, ആണുങ്ങളും പഠിക്കുന്നുണ്ട്. ചിലർ പറയും പെണ്ണുങ്ങളുടെ ഈ മുടി എടുക്കുന്ന പറയണേ, അതെടുക്കുന്ന പറയണേ. ടിക്കറ്റ് വല്ലതും ഉണ്ടോ? ടിക്കറ്റോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ ഇവിടാണ് ഇവരുടെ പേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ആൾക്കാർ ഇരിക്കുന്നത് ഇവിടെ നിന്നിട്ട് പാസ്റ്റേഴ്സൊക്കെ ഇരിക്കുന്നത് ഇവിടെ അല്ലേ. അവരുടെ ഓക്കെ. അപ്പോൾ അതിലേ പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നോക്കി ഇവരുടെ വലിയ വലിയ വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്നതൊക്കെ കണ്ടില്ലേ. ഇതെല്ലാം ഗോൾഡാ. പിന്നെ ഇത് മെയിൻ ആചാര്യന്മാരിരിക്കുന്നതാണ് തോന്നുന്നു അല്ലേ. വെള്ളവും ഇത് കണ്ട ഇവിടെ എന്തോ ഇത് മെയിൻ ആൾക്കാരിരിക്കുന്നല്ലേ. അതുകൊണ്ടോ പാട്ടും കാര്യങ്ങളൊക്കെ അല്ലേ. എന്നാ സെറ്റപ്പ് നോക്കി. അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഹായ്. അവരിപ്പോൾ പ്രെയർ നടക്കാൻ പോകണം. പ്ലീസ് ലുക്ക്, ഡോണ്ട് ടച്ച്, മൂക്ക് ഡോണ്ട് ടച്ച്, തുടരുന്നു പ്ലീസ് സൈലൻസ്. ഓക്കെ, ഇതാണ് ദലൈലാമയുടെ ഒരു പടം. ദലൈലാമ വന്നെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നല്ലേ. ഇതിലാണ് ദലൈലാമ വന്നെങ്കിൽ ഇരിക്കുന്നത്, മതാചാര്യൻ വന്നിരിക്കുന്നത്. പ്രത്യേക ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രാൻഡ് ജഗ്നീഷ് നോർലൻഡ് കോളേജ്. ഓക്കെ, അതാണ് എൻ്റെ വിഗ്രഹം ഇരിക്കുന്നത് കേട്ടോ. മൊത്തം ഗോൾഡാണോ പോയി, എൻ്റെ പൊന്നാണോ പോയി, ഒന്നും പറയണ്ട. ഇവിടെ ഒരുപാട് സ്ക്രിപ്ചറുകളും പടങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. ഒരുപാട് കുടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ ചെറിയ പീഡ ബോക്സും ഒക്കെ വെച്ചേക്കുന്നു. നോക്കി പൂക്കളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. നോക്കി ഇതൊക്കെ ഓരോരുത്തരുടെ സംഭാവനയല്ലേ. ആർട്ടിസ്റ്റ് പാട്ടും കാര്യങ്ങളൊക്കെ തുറന്നു. ഇവിടെ ഡൊണേഷൻ ബോക്സും കാര്യങ്ങളൊക്കെ. ഇതന്നെ സംഭവം കണ്ട. ഇതെന്തോ ഇതെല്ലാം ഗോൾഡിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നടോ, ഇതാണ് ശരിക്കും ഇവരുടെ ഒരു പൂജ, ഒരു അമ്പലത്തിൻ്റെ ഒരു മോഡലാണ് ഈ 2-3 കഴിക്കുന്നത്. അതിനകത്തിരിക്കുന്നത് ശരിക്കും കാണത്തില്ല. ടിബറ്റിലെ ഏതോ ഒരു മൊണാസ്ട്രിയാന്ന് തോന്നുന്നു. ഒരാളവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ. രാവിലെ വന്ന് തിരിഞ്ഞു ഇവരുടെ പ്രെയർ ഏതൊന്നും രസമായിരിക്കും. ഏത് അതല്ലടാ, ഗോൾഡാണോ, മൊത്തം ഗോൾഡാണോ. മികി എത്ര പോലെ അതിനകത്ത് ലൈറ്റ് പിടിപ്പിക്കുന്നതോ. ഇതൊക്കെ ലൈറ്റ് എത്തിക്കാൻ രസമായിരിക്കും അല്ലേ. ഇപ്പം ഇവിടെ പ്രെയർ നടക്കാൻ പോകണം. അതിന് നീ എടുത്തിട്ട് പിടിയിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു. സോ ഒന്ന് വെളിയിൽ നിൽക്കുക, എങ്ങനെയാണോ നമുക്ക് കാണാൻ. ചെടിച്ചട്ടിയൊക്കെ നോക്കി എന്ത് രസമാണ് നോക്കി. ഇപ്പം നമ്മുടെ കേരളത്തിനടുത്ത് ഏകദേശം അടുത്തുള്ളൊരു, എൻ്റെ അറിവിൽ കേരളത്തിലടുത്തുള്ളൊരു ഏറ്റവും വലിയൊരു മൊണാസ്ട്രിയാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മൊണാസ്ട്രി. 800 ഏക്കർ സെറ്റപ്പട ചെയ്ത് വെച്ചിരുന്നത്. ഇതൊക്കെ ഗോൾഡാണോ.
ഗോൾഡും കോപ്പർ ഇതല്ലേ? അപ്പോൾ ഗോൾഡൻ ടെമ്പിൾ. ഇവരുടെ ഗോൾഡൻ ടെമ്പിൾ എന്നാണ് പറയുന്നത്. ഇത് നോട്ട് കണ്ടോടാ, നോട്ട് കണ്ടോ? ടിബറ്റിലെ നോട്ടാന്ന് തോന്നുന്നു കേട്ടോ. 1000 ടിബറ്റിലെ നോട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ നോട്ട് 1000 രൂപയുടെ നോട്ടാണ്. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ വരുന്നതാണ്. സോ ഇവിടെയും ഉണ്ട് കേട്ടോ, ഇവിടെയും ടിബറ്റിലെ നോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തോ ഒന്നും ഒരു ഐഡിയ ഇല്ല. പോവാണെങ്കിൽ ടിബറ്റിൽ പോകണം. അതാണ് ഹോട്ട് വൺ. നമുക്ക് പലതാണ് കുറേ ഉണ്ട് സംഭവം കാണാൻ. ഒക്കെ ഇവരുടെ തുണികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഹോളി, അതായത് ഇവിടുത്തെ ലാമയൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന തുണികളും കാര്യങ്ങളൊക്കെയാണ്. സോ ഇവിടെ എല്ലാം അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇവർ ഓരോ സ്റ്റേജിലുള്ള ആൾക്കാരുടെ ഡ്രസ്സുകൾ, തലയിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? കാണുന്നില്ല കേട്ടോ, ഭയങ്കരം. ഇതല്ലേ? ഇത് ഞാൻ കണ്ടു കേട്ടോ. ഇതുകൊണ്ട് ഇതെന്തോ ഒരു ആത്മാവിൻ്റെ കാര്യം കാര്യങ്ങളും കേട്ടോ. മരിച്ചു കഴിഞ്ഞാൽ പോകുന്ന സ്ഥലങ്ങളാണ് ദിവസം. ഇത് കയറിയപ്പോൾ തന്നെ ഇവിടുത്തെ ഈ ഫ്രണ്ട് വാല തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ തുറന്നു കേട്ടോ. എന്താ കൊണ്ടടങ്ങി എന്നോ മണമടങ്ങി അല്ലേ? ചന്ദനത്തിൻ്റെ ചന്ദനത്തിൻ്റെ മണം നോക്കിയേ. അങ്ങോട്ട് പോയല്ലേ? നമുക്ക് പോയി ആ മണി അടിക്കുന്നു, പോയി കേട്ടോ. അത് ഭയങ്കര എഫക്റ്റീവാണ്. എൻ്റെ ചപ്പല് പോയോ? ഇത് രണ്ടും ഒരേ ചപ്പല്. നീ എടുത്തു തോന്നുന്നു മൈ ചപ്പല്. ഓക്കെ, ഹായ്, നമസ്കാരം. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ ഇത്. അവിടെ പോയി അതെടുക്കാൻ പറ്റുമോ? ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞിട്ട് പൂജ ഇവിടുത്തെ തന്നെ അത് കഴിഞ്ഞിട്ടല്ലേ? അവിടെ ബെല്ലടി കഴിഞ്ഞു. ഈ മണി ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര മുഴക്കം. അത് ആ മുഴക്കം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരെയും അലേർട്ട് ചെയ്യുന്ന സംഭവം. പ്രയർ നടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അലേർട്ട് ചെയ്യുന്ന സംഭവമാണിത് കേട്ടോ. ഒരു സൈലൻ്റായിട്ടുള്ളൊരു ഇതാണ്. കുഞ്ഞിനെ പിള്ളേരെ ചെറിയൊരു മോങ്ക് വരുന്നുണ്ടോ? കുഞ്ഞിനെ ഇവരെ ട്രെയിൻ ചെയ്തെടുക്കുക. അതെ, ഇങ്ങനെ അടുത്ത ആൾ കയറിപ്പോൾ നോക്കിയേ. അതാണ് ഇവിടുത്തെ ഗോൾഡൻ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ കേട്ടോ. കണ്ട ഒരു ഫോറിൻ കൺട്രി സെറ്റപ്പാണ്. ഹായ്, ഇവിടെ അല്ലേ? ഇല്ലല്ലേ? ഓക്കെ. അപ്പോൾ ഡ്രോൺ വിടാമെന്ന് പറഞ്ഞു. ഔട്ട്സൈഡ്, ഇൻസൈഡ് വരാൻ പറ്റത്തില്ല, ഔട്ട്സൈഡ് മാത്രമേ ഉള്ളൂ. ഹായ്, ഈ ഒരു പ്രയർ നടക്കാൻ വേണ്ടി പോകും. അവിടെ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കും. इसके बारे में क्या बोलो? ये सिर्फ टीचिंग हो रहा है अभी। टीचिंग हो रहा है? हाँ, टीचिंग है, दूसरा कुछ भी नहीं है। कुछ भी नहीं है। ओके। आज पूजा है ना? 3 hours पूजा है 3 घंटे के लिए। हाँ, अभी यहाँ पे ज़्यादा से ज़्यादा टीचिंग के लिए 1500 के आसपास बैठा हुआ है। 1500। हाँ, गुरु की टीचिंग के लिए आया हुआ है। ओके। यहाँ से ज़्यादा क्या बोलते हैं सब? लामाऊ बोलते हैं ना? लामाऊ बोलते हैं सब लोग। माऊ बोलते हैं ना इंग्लिश में, वही बोलते हैं। तो हिंदी में उसको गुरुजी लोग बोलते हैं ना? गुरुजी, ओके. और that's all. Any you good name?
Your good name? My name is Sonam Tenzin. Sunam Tingsin. Okay. Thanks. Can I know one thing? Most of the Tibetans from Lamas, Tibetans here both are there, right? Actually, they are from Tibetans, right? No. यहाँ से इसमें तो अभी 98% पूरा इंडियन ही है. इंडियन ही है. कोई लोग वो तिब्बत से आया हुआ है. Okay. यहाँ में इंडियन से यहाँ से पूरे हिमाचल प्रदेश से है, अरुणाचल प्रदेश से है और लद्दाख से है. पीती कुनु बोल के वहाँ पे हिमाचल में पड़ता है. वहाँ से ज़्यादा से ज़्यादा यहाँ पे है. जहाँ इंडिया में सबसे ज़्यादा बुद्धिज़्म रहता है वो सब यहाँ पे पढ़ाई के लिए आता है यहाँ पे. हाँ. Anyone, I can also join? कर सकते हैं आपकी मदद से. How many years this one? इसमें यहाँ पे एक monk होने का कितना year का? पूरा फुल लाइफ करना है. नहीं, studying, पढ़िंग स्टडी के वगैरह. लिए तो यहाँ पे यूनिवर्सिटी में स्टडी होना है तो पूरा हम लोग के यहाँ पे बोर्ड एग्जाम की तरह होता है. 6 साल वो पूरा मिला के 24 साल पूरा पढ़ाई करना पड़ता है. 24 बोले तो इंग्लिश में 24 years, total 24 years. 24 years का बाद he will get a yellow. उसके बाद हम लोग को कुछ बुद्धिज़्म का कुछ डिग्री मिलता है. उसको PhD की तरह ही है. बुद्धिज़्म का PhD की तरह डिग्री मिल जाता है. Okay. And I heard about some Buddhists are in some caves and they were in meditation. अच्छा वो तो अलग बात है. उसमें पढ़ाई करने अलग होता है. Is there in India? कोई हो ही है. Somewhere can I know some any places? उसको तो हम क्या नहीं सकते. Okay. Thank you very much. അപ്പോൾ പുള്ളി പറഞ്ഞ് 24 വർഷത്തെ പഠിത്തമാണ് ഇത് പറഞ്ഞത് കേട്ടോ. ഇതൊരു വലിയ സംബോധനയാണ്. പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട്. അവരിങ്ങനെ പൂജയ്ക്കകത്ത് കയറാനേ പറ്റില്ല. അപ്പോൾ വെളിയിൽ ഇവരിങ്ങനെ ചെയ്യുന്ന കാണാൻ പറ്റും. നേരെ ടിബറ്റൻ കോളനിക്കകത്ത് മൊണാസ്ട്രി കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്ന് കൊടി വാങ്ങിച്ചു കേട്ടോ. ഒരു കൊടിക്ക് 50 രൂപ കേട്ടോ. 3 കൊടി വാങ്ങിച്ചു 150 രൂപ. എന്നിട്ട് ഇതാണ് ഇവരുടെ ഏറിയകൾ കേട്ടോ. ഇവിടെ നിന്ന് ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് പേര് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. എന്താ നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്. ഇതൊരു എക്സർമീസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ മുണ്ടുകോട് രജിസ്റ്റേർഡ് 1960 കർണാടക ആക്ട് നമ്പർ 17 1960 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഇത്. റോൾ ഓഫ് ഓണർ ഓഫ് ഈഗിൾ 1971. ദ വെറ്റേറിയൻ മെമ്മോറിയൽ ഡെഡിക്കേറ്റഡ് ടു ദോസ് ഹു ഹാവ് ലേഡ് ഡൗൺ ദെയർ ലൈവ്സ് ഫോർ നേഷൻ. ഓക്കെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ആൾക്കാരുടെ ഒരു ഇതാണ് റോൾ ഓഫ് ഓണറിൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. അവരുടെ പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട് ഒരുപാട് പേരുടെ. ഓക്കെ, എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. നമുക്ക് ഏത് കടയിലാണ് എന്താ കഴിക്കാൻ പോകുന്നത്? നമ്മൾ മോമോ, ശരിക്കുള്ള മോമോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കുള്ള മോമോസ്, അതായത് ബീഫ് മോമോസാണ് ഇവിടെ കൂടുതലും. നമ്മൾ കൂടുതലും അവിടെ ചെന്ന സമയത്തൊക്കെ ഞാൻ ചിക്കനും അതുപോലെ തന്നെ നോൺ വെജുമാണ് കഴിച്ചിട്ടുള്ളത്. ഇവിടെ അങ്ങനെ കഴിച്ചില്ല. ബീഫിന് കിടുക്കൻ മോമോസ് കിട്ടും കേട്ടോ. ഏകദേശം ഒരു 70 രൂപ ഒരു പ്ലേറ്റ് അല്ലേ? ഇതാണ് ഇവരുടെ കടകളും കാര്യങ്ങളൊക്കെ. ഹായ് ദീദി. ഉണ്ട് ഇവിടെ ഒരുപാട് ഫ്രാൻസ്, ജർമ്മനി, ബ്രസീലിലൊക്കെ ഒരുപാട് കൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ. ഓക്കെ ഫൈൻ. ഇവിടെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കർണാടക അവരവിടെ മോമോസ് റെഡിയാക്കുന്നു. മോമോസ് റെഡി കറേനാ മോമോസ് എത്തിയിരിക്കുന്നു. ഇന്നലെ കഴിച്ചതിൻ്റെ ബാക്കി. ഇത് ബീഫാണ്. ഒരു പ്ലേറ്റ് 70 രൂപ അല്ലേ? 70 rupees. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു വിടും. ഞാനിന്നിവിടെ 8 പീസ് 1 2 3 4 5 6 7 8 പീസ് അല്ലേ? 8 പീസ് കാണും ഒരു പ്ലേറ്റിനകത്ത്. പിന്നെ നല്ല മുളക് ആവശ്യത്തിന് വേണേൽ മുളക് യൂസ് ചെയ്തോണം, ഉപ്പ് യൂസ് ചെയ്തോണം. അതെ, എന്തായാലും കാര്യമായിട്ട് നമ്മൾ കഴിക്കാൻ പോവാണ്. ഇതൊന്ന് പൊളിച്ചു നോക്കിയാലേ ഇതിനകത്തെ ഐറ്റംസിൻ്റെ ഞാൻ മുമ്പേ ജസ്റ്റ് ഒന്ന് കാണിച്ചത് കണ്ടില്ലേ? ഇതിനകത്ത് നിറച്ച് നല്ല ബീഫിൻ്റെ ക്വാണ്ടിറ്റി കേട്ടോ. ഇതിനകത്ത് വെള്ളം പോലെ വരുന്നു. നോക്കി ചേച്ചി, ഓക്കെ, നല്ലൊരു കട്ടയ്ക്ക് ബീഫ് ഉണ്ടല്ലേ? ഒറ്റ ബീഫ്. അതായത് ഇത് ബീഫ് ഇവർ മിക്സിക്കകത്തിട്ട് അരയ്ക്കും അല്ലേ? അരച്ചരച്ച് ചെറിയ പീസുകളാക്കിയിട്ട് അതാണ് ഉരുട്ട പിടിച്ച് തരുന്നത്. എന്തായാലും സൂപ്പർ സംഭവമാണ് കേട്ടോ. നമ്മൾ ചങ്കുകൾ അവിടെ നിന്ന് വെട്ടിക്കഴിഞ്ഞു. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. എന്തായാലും ഞാൻ ആ ബീഫ് തന്നെ ഒന്ന് കഴിച്ചു തുടങ്ങണം. പൊന്നറിയോ, പക്ക ക്വാണ്ടിറ്റി, സൂപ്പർ സാധനം. ഇന്നലെ കഴിച്ചതിനേക്കാളും സൂപ്പർ സാധനം എന്ന് കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റാണ്. കരിനകത്ത് പിന്നെ മുളക് ഉപ്പൊന്നും അവർ ഇടത്തില്ല. അപ്പം അത് നമ്മൾ വേണേൽ ഉപ്പും മുളകും നമ്മൾ വേണേൽ ആഡ് ചെയ്തോ. പിന്നെ ഓരോ ഇതിനകത്തും സൂപ്പ് പോലെ വെള്ളം കാണും. അയ്യോ പണിയിട്ട് അത് മുളക് ചെന്നപ്പോഴേ പണിയിട്ട്. അടുത്തൊരു ഐറ്റം വന്നു കേട്ടോ. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇറച്ചിയുടെ പീസുകൾ നല്ല സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് അതാണ് സംഭവം. നോക്കി ഉണക്കിയതാണെന്ന് തോന്നുന്നു അല്ലേ? ഉണക്കിയതായിരിക്കും. നല്ലതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അറിയില്ല ടേസ്റ്റ്. സവാളയെ കൊത്തി അരിഞ്ഞ് സലാഡ് പോലെ സെറ്റപ്പ് ചെയ്തേക്കാണല്ലേ? സപ്ത ഉണക്കിറച്ചിയാണ്. സപ്ത എന്ന് പറയും. സപ്ത
പോകുന്നുണ്ടോ? ഒരു പഴയ സെറ്റപ്പും പഴയ ഓടെ ഇടിക്കുവോ? ല്ലേ. അപ്പം അങ്ങനെ നമ്മൾ പോവാണ്. നമ്മൾ മെയിൻ റോഡിൽ വന്ന് ചാടി. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ചായ കുടിച്ച കടയുടെ അവിടെ അല്ലേ, അവിടെ വന്ന് ചാടി. ഞാനിപ്പുറം പോകും. അവിടെ നോക്കിയേ സൈഡ് കുഴി ചാടിയ പിന്നെ എല്ലാവരും കൂടെ പൊക്കണ്ട വരും. നേരെയല്ലേ? ഇതാണ് ഇവിടുത്തെ മീൻചന്ത കേട്ടോ. മീൻചന്തയും കാര്യങ്ങളൊക്കെ. ഇങ്ങോട്ട് ഇറങ്ങിപ്പോ കിടക്കത്തില്ല. അർജൻറ്റായിട്ട് എനിക്കൊരു സ്ഥലം വരെ വിസിറ്റിങ്ങിന് പോകണം. അതെ, അത് കാരണം വലിയ ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം. കണ്ടില്ലേ? ഇവിടെ വന്നപ്പോൾ ഒരാൾ ഭയങ്കരമായിട്ട് യൂട്യൂബ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കാം. നാം കേൾക്കാ लाउड से बोलो। कशिश कौन सा क्लास में पढ़ता? सेकंड क्लास में। यू लाइक यूट्यूब? सब्सक्राइब मिल्लू कारण। ओके गुड मारो। अयो इडी और अच्छा से करो। अरे बाबा ओके. അപ്പോൾ എന്തായാലും ഗ്രാമത്തിൽ വന്നപ്പോൾ ഒരുപാട് പേർക്ക് അതെ യൂട്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാം വന്ന് ചാടി നോക്കാം. വണ്ടി കാരണം അങ്ങനെയൊക്കെ കഥകൾ. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോകാം. കാഴ്ചകൾ കണ്ടത് അദ്ദേഹം അടുത്ത് നിൽക്കുന്നു. Hi. Hi, how are you? Fine? Okay. Okay. ഈ ജീപ്പിനകത്ത് ലൈറ്റ് ഒക്കെ എത്തുന്നു. എന്റെ മുന്നു നോക്കിയേ, ഇത്രയും ദിവസം എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ സംഭവം ഇങ്ങനെ കത്തുന്നുള്ളത്. എൽത്തോ വെച്ചിരുന്നാലും പണി പറ്റിച്ചു. നോക്കിയേ, വണ്ടി ഇപ്പൊ ഒന്ന് വന്ന് ചാടി കേട്ടോ. ചാടിയപ്പോ ലൈറ്റ് കേൾക്കുന്നു, സൗണ്ട് കേൾക്കുന്നു. എനിക്കറിയത്തില്ല എന്തൊക്കെയാണ്. അന്നേരം ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ മാറ്റി കിടത്തടാ മുണ്ടക്കൽ ചേരാ അല്ലേ. അതെന്തുവാലും കരക്കേട്ടോ.